നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു. AICC ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. PV അൻവറിന്റെ എതിർപ്പ് മറികടന്നാണ് KPCC നേതൃത്വം ഷൗക്കത്തിന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണെ, ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഔദ്യോഗികമായി തന്നെ AICC നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. അതായത് KPCC നേതൃത്വം ആര്യാടൻ ഷൗക്കത്തിന്റെ പേരാണ് നിർദ്ദേശിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിർദ്ദേശം AICC നേതൃത്വത്തെ അറിയിച്ചിരുന്നു, ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലമ്പൂരിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ വലിയ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, VS ജോയിയും ആര്യാടൻ ഷൗക്കത്തുമാണ് അവസാന ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി VS ജോയിയെ വെട്ടിക്കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ ഔദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് ആര്യാടൻ മുഹമ്മദിന്റെ ഒരു തട്ടകം കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ കൂടിയാണ് നിലവിൽ KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത്. നേരത്തെയും ഇതേ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചിരുന്നു. നിലവിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ രാജിവെച്ച MLA PV അൻവറിനെതിരെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഈ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 തവണ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവറാണ് ഇവിടെ MLA ആയി തുടർന്നിരുന്നത്. പിന്നീട് PV അൻവർ രാജിവെച്ചതിലൂടെയാണ് ഇപ്പോൾ നിലവിൽ ഉപതെരഞ്ഞെടുപ്പിന് ആസന്നമായിരിക്കുന്നത്. പിണറായി സർക്കാരിനെ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ടാണ് PV അൻവർ LDFിൽ നിന്നും പുറത്തു വന്നത്. തുടർച്ചയായി അദ്ദേഹം വിമർശിച്ചു. അതിനുശേഷം ഇപ്പോഴും ആ വിമർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ നിയമസഭാ മണ്ഡലം കടന്നത്. ഈ സമയത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നിലനിന്നിരുന്നു. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ താഴെത്തട്ടിൽ വലിയ കല്ലുകൊടി ഉണ്ടായിരുന്നു. അതായത് ചില ആളുകൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരുകൾ പറഞ്ഞു. അതേസമയം മറ്റു നേതൃത്വം, ജില്ലയിലെ നേതൃത്വം VS ജോയിയാണ് പിന്തുണച്ചിരുന്നത്. ഇങ്ങനെ 2 തട്ടിലായിരുന്നു ഈ ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്. കാരണം നിലവിൽ 2 തവണ LDFന്റെ സ്ഥാനാർത്ഥിയായി ആണ് ഇവിടെ. ശിവദാസ്, വ്യക്തമാണ്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ AICC ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. PV അൻവറിന്റെ എതിർപ്പ് മറികടന്നാണ് KPCC നേതൃത്വം ഷൗക്കത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.